സുഹൃത്തുക്കളെ, SIR നിയമപ്രകാരം പുതിയ വോട്ടർ പട്ടിക വന്നിട്ടുണ്ട്. ആദ്യ ഘട്ട വോട്ടർ പട്ടിക വെച്ചാൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത ആൾക്കാരാണ്. അതിൽ ഒന്നാമത്തത് മരണപ്പെട്ട ആൾക്കാർ, രണ്ടാമത് പെർമനൻ്റായിട്ട് സ്ഥലം മാറിപ്പോയ ആൾക്കാർ, ഇവരുടെ ഒക്കെ വോട്ടർ ലിസ്റ്റാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതിൽ തെറ്റ് സംഭവിച്ച് നിലവിലുള്ള ആൾക്കാരോടെ മാറിപ്പോയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാണ്. ഈ വീഡിയോ സൈറ്റിലൊക്കെ കയറി വീഡിയോ നോക്കാൻ പറ്റുന്ന ആൾക്കാർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇതൊന്നും അറിയാത്ത ആൾക്കാർക്കുള്ള വീഡിയോ ആണ്. അവർക്കൊന്ന് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഇതുപോലെ ലിങ്ക് വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടിയാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലിങ്ക് ഗൂഗിൾ ക്രോമിൽ അതിലേക്ക് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരുന്നുണ്ടാവും. ഈ സൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഈ സൈറ്റ് കുറച്ചൊന്ന് സ്ക്രോൾ മുകളിലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് അസംബ്ലി പാർട്ട് നെയിം എന്ന് വരും. ഇതിൽ ഡിസ്ട്രിക്ട് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുക. ഡിസ്ട്രിക്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ അപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ നമ്മുടെ ലിസ്റ്റ് വരും. അതും എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ മുകളിലോട്ടും താഴോട്ടും ആക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡിസ്ട്രിക്ട് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് അതിന് അടുത്ത ബാക്കൗട്ട് പോയിട്ടാകുമ്പോൾ അസംബ്ലി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ക്ലിക്ക് ആയതിനു ശേഷം അടുത്ത ഇതിലേക്ക് നിങ്ങൾ അത് ബാക്ക് അടിക്കുക. നിങ്ങൾ അസംബ്ലി നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്ക് അടിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ പാർട്ട് നമ്പർ, അതായത് നിങ്ങളെ സ്കൂള്, നിങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥലം, നിങ്ങൾ ഏത് സ്കൂളിലാണ് ചെയ്യുന്നത്, ആ സ്കൂളിൽ ഏത് ബിൽഡിങ്ങിലാണ് എന്നൊക്കെ കറക്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ട് ആ സ്കൂളിൻ്റെ ഏതൊക്കെ ഇതെന്ന് സ്കൂളിൻ്റെ ലിസ്റ്റ് വരും. ഇവിടെ കാണുന്നുണ്ട്. ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കോട്ട് പോയിട്ടാകുമ്പോൾ നിങ്ങൾക്കിത് എല്ലാം ക്ലിക്ക് ആയതിന് ശേഷം ലാസ്റ്റ് ഡൗൺലോഡ് ASD എന്ന് പറഞ്ഞിട്ട് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ ആരൊക്കെ പേര് വന്നിട്ടുണ്ട് അത് ഇവിടെ കാണാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ആ എല്ലാ ലിസ്റ്റും നിങ്ങൾക്ക് അതിൽ കിട്ടും. നിങ്ങൾക്ക് ആ ലിസ്റ്റ് പ്രകാരം നോക്കാം. ഇതിൽ ചിലപ്പോൾ നിലവിൽ ഉള്ള ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവിടുത്തെ BLOമാരെയോ അല്ലെങ്കിൽ ERO ആരെയും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള മെമ്പർ, നിങ്ങളെ പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ള ഫോം പൂരിപ്പിച്ച് പെട്ടെന്ന് കൊടുത്തിട്ട് നോക്കുക. ഇനി 23-ാം തീയതി അടുത്ത വോട്ടർ പട്ടിക വരികയാണ്. അതിൽ നമ്മൾ ആരൊക്കെ പേരുണ്ട് അതൊന്നും നോക്കുക.